നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ബോൾ ഉണ്ടാക്കിയാലോ? വാ, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് 6 ഈത്തപ്പഴം കുരു കളഞ്ഞ് നല്ല ചൂട് പാലിൽ സോക്ക് ചെയ്യാൻ വെക്കുക. നമ്മളെ കയ്യിലുള്ള എല്ലാ നട്ട്സും എടുക്കുക കേട്ടോ. നട്ട്സും എടുക്കുക, സീഡ്സും എടുക്കുക. ഞാനിവിടെ ബദാം, വാൾനട്ട്, സൺഫ്ലവർ സീഡ്, കടലയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. ഒപ്പം ഞാൻ ഇത്തിരി ഓട്സ് കൂടി എടുത്ത് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. നട്ട്സ് ഒക്കെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, നന്നായി അരയരുത്, നമുക്ക് കടിക്കാൻ പാകത്തിന് കിട്ടണം. ഓട്സ് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുകയും വേണം. ഈ പൊടിച്ച ഓട്സും നട്ട്സും കൂടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച ഈത്തപ്പഴയില്ലേ, അത് അരച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു ഇത്തിരി പീനട്ട് ബട്ടർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അത് ഓപ്ഷണലാണ്. അതിനുശേഷം കൈകൊണ്ട് നന്നായി ഇതിനെ കുഴച്ചെടുത്ത് ഇതേപോലെ ഉണ്ടകളാക്കി എടുക്കുക. ഇത്തിരി നെയ്യ് കൂടി ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടകളാക്കി എടുത്തത്. ഇനി എന്താ, കയ്യിലുള്ള ചോക്ലേറ്റ് എടുക്കുക. ഞാനിവിടെ 75% ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. 90% ഉണ്ട്, നിങ്ങൾക്ക് അതും എടുക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ദേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഡബിൾ ബോയിൽ ചെയ്തെടുത്ത്. ഇത്തിരി പാലൂടി ഒഴിച്ചിട്ടാണ് എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബോള് ആഡ് ചെയ്യുക. എന്നിട്ട് ചോക്ലേറ്റ് നന്നായി കോട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളൊരു 2-3 ദിവസത്തിനുള്ളിൽ യൂസ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ഫ്രീസറിലും വെക്കാൻ നോക്കണം, കാരണം ഇത് നമ്മൾ പാലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ദിവസം ഇത് വെക്കണമെങ്കിൽ വെള്ളം ചേർക്കാം, പക്ഷേങ്കിൽ വെള്ളം ചേർത്താൽ ഇത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല. പാലൊഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇതേ നോക്കിയേ, നമ്മളെല്ലാ ബോളും റെഡി ആയിട്ടുണ്ടേ.